അയ്യോ, ത്രിവിക്രമൻ എന്താ തിരിച്ചു പോന്നെ? അവര് ത്രിവിക്രം പറഞ്ഞത് കേട്ടില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇവരിവിടെ നിന്ന് എങ്ങനെ പറഞ്ഞയക്കുക? ശിവാനി, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരെ രണ്ടുപേരും കാണുമ്പോ എനിക്ക് എന്തോ വല്ലാത്ത സങ്കടം തോന്നുന്നു. പാവങ്ങള് ഈ പൊരുവെയിലത്ത് അവര് പുറത്തു നിൽക്കല്ലേ. ഇങ്ങോട്ട് വരില്ലെന്ന് വാശി കാണിക്കുന്നതും അവര് തന്നെയല്ലേ? അത് ശരിയായിരിക്കാം. എങ്കിലും മനസാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വേണല്ലോ. ആ പാവമാണെങ്കിൽ ഗർഭിണിയാ. അവരെ ഇങ്ങനെ ഇത്രയും പൊരുവെയിലത്ത് നിർത്തുന്നത് ശരിയാണോ? നീ അവരെ വിളിച്ചു, വരില്ല എന്ന് പറഞ്ഞ് വാശി കാണിക്കുന്നത് അവരാ. നിനക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ആ തൃശൂല് ചെയ്ത തെറ്റിന് എല്ലാവരും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക. ചെയ്യാത്ത തെറ്റിനിങ്ങനെ ഇവര് രണ്ടുപേരും എന്റെ വീടിന് മുന്നിൽ നിന്ന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വന്നില്ലേ? ശിവാനി, എന്തോ നിന്റെ മനസ്സ് അവരിലേക്ക് ചായുന്നത് പോലെ ഉണ്ടല്ലോ. അവരെന്തൊക്കെ പറഞ്ഞാലും അവരുടെ കൂടെ പോവാൻ പാടില്ല. ഇല്ല, ഞാൻ പോവില്ല. ദൂരെ നിന്നുകൊണ്ട് അയ്യോ എന്ന് പറയുന്നതിന് പകരം അങ്ങോട്ട് പോയി സംസാരിക്കുന്നല്ലേ നല്ലത്. എനിക്കിഷ്ടമില്ലാത്തതൊന്നിനും ഞാൻ ഒരിക്കലും സമ്മതം പറയില്ല. ഞാൻ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല. എങ്കിൽ അവരെ അങ്ങ് പറഞ്ഞു വിട്ടൂടെ? പാവങ്ങള് അവരുടെ മേലെ ദേഷ്യം കാണിക്കുന്നത് തെറ്റ് തന്നെയാ. എനിക്ക് ദേഷ്യമുള്ളത് ആ തൃശൂലിനോട് മാത്രമാ. എന്റെ ജീവിതം നശിപ്പിച്ചത് അവനാ. ശിവാനി, നിന്റെ മനസ്സ് എന്തുകൊണ്ട് മാറ്റിക്കൂടാ? എന്നുവെച്ചാ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്നുവെച്ചാ എന്തുകൊണ്ട് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിക്കൂടാ? ത്രിവിക്രമന്റെ സ്ഥാനത്ത് തൃശൂലുണ്ടാവും, അത്ര തന്നെ. ഇല്ല, അത് സാധ്യമല്ല. ത്രിവിക്രമന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എന്നെയും ത്രിവിക്രമനെ പറ്റി നിനക്കൊന്നും അറിയില്ല. പിന്നെ ഇനിയിപ്പൊ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോഴത്തെ എന്റെ അവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടിയില്ല. ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചത് എന്റെ കൺമുമ്പിൽ ഉണ്ടെങ്കിലും അത് നേടിയെടുക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല. ത്രിവിക്രമന് എന്റെ മുഖം കാണിക്കാൻ പോലും തോന്നുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. ശിവാനി, സമാധാനമായിരിക്കേ. എന്താലോചിച്ചിട്ടാ ഞാൻ സമാധാനിക്കണ്ടേ? എനിക്കുണ്ടായ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അതിനാഴം കൂടിക്കൊണ്ടിരിക്കുക. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റും ഇത് തന്നെയാ. മാനസികമായി തളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവര് നിന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ ആവശ്യം അത് തന്നെയാണല്ലോ. ചിലപ്പോ ശരിയായിരിക്കും. അതിന്റെ കാരണം ആ തൃശൂൽ അങ്ങനെയുള്ളവനാ. അവന്റെ സ്വന്തം കാര്യം നേടിയെടുക്കാൻ എന്തു ചെയ്യാൻ തയ്യാറാ. എന്തായാലും നല്ലതുപോലെ ആലോചിച്ച് ചെയ്താൽ മതി. ത്രിവിക്രം, നീ ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കേ. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ മനസ്സിലാക്കിയേനെ എന്റെ ടെൻഷൻ എന്താണെന്ന്. ആ തൃശ്ശൂര് വീട്ടിൽ കാലെടുത്ത് വെച്ച മുതല് എല്ലാം തലതിരിവായിട്ടാ സംഭവിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയാലും അത് എനിക്ക് തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുക. ഞാൻ വിചാരിക്കുന്ന ഒന്നും നടക്കുന്നില്ല. എല്ലാത്തിനും ഇനി സമയമെടുക്കും. രണ്ടമ്മമാരും കൂടി ശിവാനിയുടെ വീടിന് മുമ്പിൽ പോയി നിൽക്കുക. അറ്റ്ലീസ്റ്റ് അമ്മയെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കരുതിയത്. അവരും കൂടി ഇങ്ങനെയായി ഞാൻ എന്താ ചെയ്യാ? ത്രിവിക്രം, ഒറ്റയടിക്ക് നീ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരരുത്. മായങ്കരൻ, നിനക്കൊന്നും അറിയില്ല. രണ്ടമ്മമാരും വാശിക്കാര് തന്നെ. അവര് ശിവാനിയെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യുന്ന എന്റെ മനസ്സ് പറയുന്ന. ഒരു സാധ്യതയില്ല. നിന്റെ കൂടെ ഞാനുണ്ട്. ശിവാനി നിന്റെ അടുത്ത് നകന്നു പോകാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. നീ പേടിക്കണ്ട. നിങ്ങൾ തമ്മിലുള്ള പ്രണയം എത്രത്തോളം ദൃഢമായിരിക്കുന്നോ അതുവരെ ശിവാനി നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഇതുവരെ അവൾ എന്നെ സ്നേഹിച്ചിരുന്ന പോലെയൊന്നും അല്ല. ഇപ്പൊ അവളുടെ കഴുത്തിലൊരു താലിയുണ്ട്. ആ താലി അവളുടെ മനസ്സിനെ എങ്ങനെ വേണമെങ്കിലും മാറ്റിയേക്കാം. നിനക്ക് ശിവാനിയെ പറ്റി അറിയില്ല. അവൾ പ്രണയത്തെ വിശ്വസിക്കുന്ന പോലെ ഈ ലോകത്ത് മറ്റാരെയും വിശ്വസിക്കില്ല. എന്നുവെച്ചാ എന്നേക്കാൾ നന്നായിട്ട് ശിവാനിയെ നിനക്കറിയാന്നോ?
അറിയാവുന്ന തന്നെ വിചാരിച്ചു. ഇതിന് ഇനിയും വിശദീകരണം ചോദിക്കണ്ട. നോക്ക് ത്രിവിക്രം, ശിവാനിയുടെ മനസ്സ് പിടിച്ചു നിർത്തേണ്ടത് എന്റെ ഉത്തരവാദിത്വം. പ്രണയം എന്നത് അത്ര എളുപ്പത്തിൽ മറക്കാവുന്ന കാര്യമല്ല. ഒരു തവണ മനസ്സിൽ നട്ടുകഴിഞ്ഞാൽ അത് തനിയെ വളർന്നുകൊള്ളും. നിനക്ക് ശിവാനിയുടെ കാര്യത്തിൽ ഉറപ്പുള്ള പോലെ തന്നെ എനിക്ക് എന്റെ രണ്ടമ്മമാരുടെ വാശി നന്നായിട്ട് അറിയാം. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശിവാനിയുടെ മനസ്സ് മാറ്റുന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ പറയാനൊക്കെ വളരെ എളുപ്പാ. പക്ഷെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നില്ലെങ്കിലുള്ള അവസ്ഥ എന്താ? അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശിവാനിയുടെ മനസ്സെങ്ങാനും മാറ്റിയ ഞാൻ പിന്നെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. എന്ത് ചെയ്യാനും മടിക്കില്ല ഞാൻ. ശിവാനിയുടെ കഴുത്തിൽ ആ താലി അധികം നാൾ ഉണ്ടാവാൻ പാടില്ല. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. പരമേശ്വര, എന്റെ ജീവിതം എന്ത് ചെയ്യാനാ നീ തീരുമാനിച്ചിരിക്കുന്നത്? ഒന്നിനുമേൽ ഒന്നായി ഓരോ അഗ്നിപരീക്ഷകൾ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുക. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ ആഗ്രഹിച്ചതൊന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചത് എന്റെ കൺമുന്നിൽ ഉണ്ടായിട്ടും അതൊന്നും നേടിയെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആദിശേഷ എന്ന് പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എന്നാൽ ഇപ്പോൾ അവനെ എന്റെ മുഖം കാണിക്കാൻ പോലും പറ്റുന്നില്ല. എന്തിനാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് പരമേശ്വര? ഇതിനാണോ ഇത്രയും വർഷങ്ങൾ എന്നെ ജീവനോടെ വിട്ടത്? വേണ്ടെന്ന് കരുതി ഞാൻ സ്വയം ചാകാൻ തീരുമാനിച്ചാലും മരണം പോലും എനിക്ക് ലഭിക്കുന്നില്ല. ഇല്ല, എന്റെ പ്രണയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല പരമേശ്വര. എനിക്ക് ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയാണ് കാരണം. തൃശൂല് കെട്ടി ഈ താലി എന്റെ കഴുത്തിലുണ്ടെങ്കിൽ മാത്രമല്ലേ ഞാൻ ഈ മനുഷ്യബന്ധത്തിൽ പെട്ടുപോവുകയുള്ളൂ. ഞാൻ ഇഷ്ടപ്പെടാത്ത എന്റെ കഴുത്തിൽ ഈ താലി ഒരു കാരണവശാലും എന്റെ കഴുത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇല്ല, ഇനി ഒരു നിമിഷം പോലും ഈ താലി എന്റെ കഴുത്തിൽ ഉണ്ടാവാൻ പാടില്ല. എനിക്ക് വേണ്ട ഇത്. വാസുകീദേവ, പരമേശ്വരന്റെ കഴുത്തിലുള്ള നാഗലോകത്തിന്റെ അധിപതി വാസുകീദേവൻ, എന്തിനാണ് നീ ഇവിടെ വന്നത്? എന്റെ കണ്ണുനീർ കാണാൻ വേണ്ടിയാണോ? ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണോ? ആ പരമേശ്വരൻ തന്നെയാണോ നിന്നെ ഇവിടേക്ക് വിട്ടത്? അദ്ദേഹത്തിന് ഇനിയും തൃപ്തിയായില്ലെന്നാണോ? എനിക്ക് ഇനിയും എന്തെല്ലാം സങ്കടങ്ങൾ തരാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാലും പറയൂ, എന്നോട് പറയൂ വാസുകീദേവ. ശിവാനി, നമ്മുടെ ഈ ജീവിതം അവസാനിക്കുന്നത് വരെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം നടക്കാനാണെങ്കിൽ പിന്നെ ഈശ്വരന്മാരുടെ ആവശ്യം എന്താണെന്ന് പറയൂ. പ്രപഞ്ചത്തിലുള്ള ഏതൊരു ജീവരാശിയായാലും വിധി എന്നൊരു സത്യമുണ്ടെന്നത് മനസ്സിലാക്കിക്കൊള്ളൂ. അപ്രകാരം മാത്രമേ എല്ലാം സംഭവിക്കൂ. എന്നുവെച്ചാ സാധാരണ മനുഷ്യർക്കൊപ്പം നമ്മെ നമുക്ക് എങ്ങനെ താരതമ്യം ചെയ്യാൻ സാധിക്കും? നമ്മള് നാഗങ്ങളാണ്, വിശേഷ ശക്തികൾ പലതും ലഭിച്ചവരാണ്. എന്നിട്ടും അവരെ പോലെ എന്നാണോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ ഇതിൽ നിന്ന് തടയാൻ നോക്കണ്ട. പരമേശ്വരൻ തന്നെ എനിക്ക് ദുഃഖങ്ങളെല്ലാം നൽകിയത്. അദ്ദേഹം എന്തിനെന്നോട് ഇങ്ങനെ ചെയ്യുന്നു എന്നറിയില്ല. എന്റെ കാര്യത്തിൽ വെറും കല്ലായി മാത്രം ഇരിക്കുകയാണെന്ന് തോന്നുന്നു. ശിവാനി, എന്റെ സ്വാമിയെ കുറ്റം പറയുന്നതിന് മുന്നേ നീ നിന്റെ പ്രണയം മനസ്സിലാക്കാൻ ശ്രമിക്ക. നിന്റെ പ്രണയം എന്താണെന്ന് നീ അറിയ. നിന്റെ ജീവിതത്തിൽ പരമേശ്വരൻ ഇല്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ ആലോചിക്ക. പരമേശ്വരൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിന്റെ ജീവനും ജീവിതവും സുരക്ഷിതമായിരിക്കുന്നത്. ഞാൻ നാഗവംശത്തിൽ പിറന്ന ഒരുവളായിരിക്കാം, എന്നാൽ അതോടൊപ്പം ഞാൻ പരമേശ്വരന്റെ കഴുത്തിൽ വസിക്കുന്നവളാണ്.
എന്റെ സ്വാമിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് സഹിക്കുകയില്ല. എടുത്തു ചാടരുത് ശിവാനി. ഒരിക്കൽ നിന്റെ പക്കൽ നിന്നും തെറ്റ് സംഭവിച്ചാൽ പിന്നീട് എല്ലാം നിനക്ക് നഷ്ടമായി തീരും. ഓർമ്മയുണ്ടായിരിക്കണം അത്. ഇല്ല, ഒരു നല്ല സ്ഥലം നോക്കി ഇത് ഒളിപ്പിച്ചു വെക്കണം. മധു ഇവിടുന്ന് അവിടെ പുറത്തു വരിക്കാൻ തോന്നുന്നു. അവള് വരുന്നതിന് മുമ്പ് ഇതെവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ചു വെക്കണം. ഇതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ. മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അത് ഞാനിപ്പോ ഇവിടെ വച്ചതാണല്ലോ. ഇത്ര പെട്ടെന്ന് ഇവിടെ പോയി. അച്ഛാ, അച്ഛനെ നിറുക. എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓടി നടക്കുന്നത്? അമ്മയെ അന്വേഷിച്ച് നടക്ക. അമ്മ ഇവിടെ ഇല്ല. അമ്മ ശിവാനിയുടെ വീട്ടിലേക്ക് പോയിരിക്കുക. അമ്മ അവിടേക്ക് പോയതിന്റെ കാര്യം എന്താണെന്ന് ആലോചിക്കാണോ? എന്നെയും ശിവാനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി രണ്ടമ്മമാരും ഇപ്പോ ഒറ്റക്കാലിൽ ഇങ്ങനെ നിൽക്ക. അവളെയും കൊണ്ടല്ലാതെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ 2 ദിവസത്തെ ഫുഡിന്റെ കാര്യമൊക്കെ അച്ഛൻ തന്നെ നോക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അച്ഛാ, അച്ഛാ, എന്തോ അച്ഛൻ, ഞാൻ കുറെ നേരമായിട്ട് അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അച്ഛനൊന്നും മറുപടി പറഞ്ഞില്ല. എന്തോ അന്വേഷിക്കുകയാണല്ലോ. എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഓ, മനസ്സിലായി. അച്ഛൻ ഇതല്ല തേടിക്കൊണ്ടിരിക്കുന്നത്. ഓ, എന്തൊക്കെയായാലും ഇത് കാണാൻ കുറച്ച് വിചിത്രമായിട്ട് തോന്നുന്നുണ്ട്. എന്നാലും നല്ല ഭംഗിയുണ്ടല്ലേ? ഏയ്, നീ എന്തിനാ എതിർക്കാൻ പോയത്? നിന്നോട് ആര് പറഞ്ഞു എതിർക്കാൻ? അയ്യടാ, ഇതൊരുമാതിരി അവസ്ഥയാണല്ലോ. കാണാൻ കൊള്ളായിരുന്നു, അതുകൊണ്ട് എടുത്ത് നോക്കിയതാ. എന്ത് എടുക്കാൻ പാടില്ലേ? ആ, എടുക്കാൻ പാടില്ലെന്ന് കുടിക്കൂ. അച്ഛാ, അച്ഛാ, ഓ മനസ്സിലായി, വിട്ടേക്ക്. എനിക്ക് വരാൻ പോകുന്ന അനിയനോ അനിയത്തിയോ കൊടുക്കാൻ കൊണ്ടുവന്നതാണല്ലേ, അതുകൊണ്ട് എനിക്ക് തൊടാൻ പറ്റില്ലെന്നാ? എടുത്ത് അതൊന്നുമല്ല. നീ വെറുതെ ഓരോന്ന് പറഞ്ഞു കാട് കയറാൻ നിൽക്കണ്ട. ശരി, വിടച്ചാ. എന്തായാലും കണ്ടു കഴിഞ്ഞല്ലോ. അച്ഛനമ്മമാർക്ക് എപ്പോഴും സ്വന്തം മക്കളോടായിരിക്കും സ്നേഹം കൂടുതൽ. എന്ത് ചെയ്യാനാ, എന്റെ വിധിയല്ലേ, നടക്കട്ടെ. ശരി, അച്ഛനെവിടെ? ഡാഡ് എവിടെ? എടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു കാശിക്ക് പോയ കാര്യം? അല്ല, അത്രയ്ക്ക് അർജന്റ് ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു? ഞങ്ങളോടൊന്നും ഒരു വാക്ക് പോലും പറയാതെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയല്ലോ. അതെടാ, എന്നോടും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അതെയോ? ഇനി എപ്പോഴേക്കും തിരിച്ചു വരുന്നേ? ഞാൻ ചോദിച്ചപ്പോ വരാമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ചോദിക്കാതെയും പറയാതെ ഞാൻ ശിവാനെ താലി കെട്ടിയില്ലേ, അതുകൊണ്ടുള്ള വിഷമം കൊണ്ട് പോയതായിരിക്കും. ആരും എന്നെ മനസ്സിലാക്കുന്നതേ ഇല്ല. എന്തായാലും അച്ഛൻ വേഗം വന്നാൽ മതി, അത്രേ ഉള്ളൂ. ശരി അച്ഛാ, എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കാം. അമ്മയില്ലാന്ന് വിചാരിച്ചിട്ട് ആഹാരം കഴിക്കാതെ ഉപവാസം ഒന്നും കിടക്കരുതേ, കേട്ടില്ലേ? അച്ഛനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് വരാം. അതിന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ റെഡി ആയിക്കോളാം. എന്നാ ഞാൻ അച്ഛനെ ഫോൺ വിളിച്ചേക്കാം. ഓക്കെ?
ശിവാനി 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 ത്രിവിക്രം, നീ ഇത്രയ്ക്ക് ബലഹീനനാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നിന്റെ വാശിയും ദേഷ്യവും ഒക്കെ കണ്ടപ്പോ നീ എന്തൊക്കെയോ സാധിക്കുമെന്ന് കരുതി നിന്റെ കൂടെ ഞാൻ വന്നതാ. പക്ഷെ നീയാണെങ്കിൽ ഇപ്പോ... അതെ, ഞാൻ വീക്ക് തന്നെ. എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഈ അവസ്ഥയിലാക്കിയതാ. ഇനി ഞാൻ എന്താ ചെയ്യാ? നിനക്ക് പറ്റുന്ന തെറ്റും ഇത് തന്നെയാ. തോൽവിയെ പറ്റി ആലോചിക്കുന്നതിന് പകരം തോൽവി അതിജീവിക്കാൻ ശ്രമിക്കേ. എന്നുവെച്ചാ നിന്റെ തോൽവിക്ക് കാരണം എന്താണെന്നും അതിൽ നിന്ന് എങ്ങനെയൊക്കെ പുറത്തു വരാൻ പറ്റുമെന്നും ആദ്യം ആലോചിക്കും. എന്തെങ്കിലും ഒരു വഴി നിനക്ക് ഉറപ്പായിട്ട് ലഭിക്കും. ഞാൻ ഏത് വഴിക്ക് പോയാലും ആ തൃശ്ശൂരിന് നടുക്ക് വരില്ലേ? ആദ്യം അവന്റെ കാര്യം നിന്റെ തലേന്നെടുത്ത് കളയും. ശിവാനിയുടെ മനസ്സിൽ അവനോട് ഒരു രീതിയിലുള്ള പ്രണയമില്ലാന്ന് അറിഞ്ഞിട്ടും പിന്നെ നീ എന്തിനാണ് അവനെ ഓർത്ത് ഭയക്കുന്നത്? നോക്ക് ത്രിവിക്രം, ഭയം എന്നത് മനുഷ്യന്റെ ജീവിതം തകർക്കുന്ന ഒരു കാര്യമാണ്. നിന്റെ കാര്യത്തിലും അങ്ങനെയായിരിക്കും. നിന്റെ ഈ ഉപദേശം ദയവിതൊന്ന് നിർത്താമോ? എന്റെ ടെൻഷൻ എന്താന്ന് എനിക്കറിയാം. നീ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശിവാനി എന്നല്ല, നീ ആഗ്രഹിക്കുന്ന ഒന്നും തന്നെ നിനക്ക് ലഭിക്കില്ല. ഞാൻ എന്ത് ചെയ്താൽ അതൊക്കെ പ്രശ്നമായിക്കൊണ്ടിരിക്കുക. ശിവാനി തൃശൂരിൽ നിന്നും അകന്നു തന്നെയാണുള്ളത്. നിന്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുക. ആ പ്രണയം ഒന്നുകൂടി ചേർത്ത് പിടിക്കാൻ നോക്ക് ത്രിവിക്രം, ഒരു കാര്യം ഞാൻ പറയാം. അവര് തമ്മിലുള്ള പ്രണയം സാധ്യമാകുക എന്നത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. നീ പേടിക്കണ്ട. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിനെല്ലാം ഒരു ഉപായം കണ്ടെത്തും. എല്ലാത്തിനും ഒരു ഉപായം ഉണ്ടായേ പറ്റൂ. അപകടമല്ലാത്ത ഒരു വഴി കണ്ടെത്താൻ നോക്ക്. അതിനെക്കുറിച്ച് ആലോചിക്കുക. പരമേശ്വര, നീ എന്തൊക്കെയായി ചെയ്യുന്നത്? എന്നെ നീ ദുഃഖത്തിന്റെ വലിയൊരു കുഴിയിൽ തന്നെ എത്തിച്ചില്ലേ? എന്റെ മുന്നിൽ ഒരു വഴിയും കാണുന്നില്ല. ഒരു വശത്ത് എന്റെ ആദിശേഷനോട് നഷ്ടപ്പെടാതിരിക്കുന്ന എന്റെ പ്രണയം, മറുവശത്ത് തൃശൂല് കെട്ടിയ താലി അഴിച്ചു മാറ്റാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനൊരവസ്ഥയിൽ എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. വാസുകി ദേവൻ ഈ താലി പൊട്ടിച്ചെറിയാൻ പാടില്ലെന്നും പറഞ്ഞു. ഞാനത് പൊട്ടിച്ചെറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഒരു കാരണവശാലും തിരികെ ഞാൻ ആ വീട്ടിലേക്ക് പോകുന്ന കാര്യം സമ്മതിക്കില്ല. എന്നെ കൊണ്ടതിന് സാധിക്കുകയില്ല.